ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇതിന് ഞാൻ കുറച്ച് ക്യാരറ്റ്, കുറച്ച് കിഴങ്ങ്, കുറച്ച് സവോള പകുതി, ഒരു സവോളയുടെ പകുതി, കുറച്ച് പച്ചമുളക്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കടുക് വറുക്കാൻ വേണ്ടി ഉഴുന്ന്, വറ്റൽമുളക്. ഓക്കെ, അപ്പം വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. നെയ്യ് യൂസ് ചെയ്താലും നല്ലതാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഉഴുന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങ്, ക്യാരറ്റ്, സവോള അത് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പൊക്കെ ഇട്ട് അത് ഒന്ന് ഉപ്പൊക്കെ പിടിച്ചൊന്ന് റെഡിയായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്യാം. ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. കുറച്ച് സമയം ഒന്ന് തിളച്ച് കഴിഞ്ഞ് അതിനകത്തോട്ട് റവയും തേങ്ങയും ആഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഓൾറെഡി തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. നല്ല അത് വെജിറ്റബിൾസിനകത്ത് കിടന്ന് ആ വെള്ളം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് വറുത്ത റവ ആഡ് ചെയ്ത് കൊടുക്കാം. റോസ്റ്റഡ് റവയാണ്. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാമേ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, അതായത് നമ്മൾ ആ വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്ത സമയത്ത് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. ഞാൻ അതങ്ങ് വിട്ടുപോയി. ഓക്കെ, ഇനിയിപ്പോൾ അത് പോട്ടെ. ഇന്നത്തെ അങ്ങനെ ഉപ്പുമാവ് ഞാൻ ഉപ്പൊക്കെ നോക്കി എല്ലാം പാകത്തിനുണ്ട്. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് നമുക്ക് വയ്ക്കാം. അതവിടെ ഇരുന്നൊന്ന് പാകമായി വരും. നമ്മുടെ ഉപ്പുമാവ് റെഡി.